Hello guys, namaskaram, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വളരെ വില കുറഞ്ഞ രീതിയിൽ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ പോവാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു തെർമോസ്റ്റാറ്റ് ആണ്. ഈ തെർമോസ്റ്റാറ്റ് നമുക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിലെ ടെമ്പറേച്ചർ ക്രമീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കടകളിൽ നിന്നോ മേടിക്കാൻ സാധിക്കും. ഈ തെർമോസ്റ്റാറ്റ് മേടിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ തെർമോസ്റ്റാറ്റിന് ഒരു നമ്പറുണ്ട്, അതനുസരിച്ചേ മേടിക്കാവുള്ളൂ. ആ നമ്പർ W1209 എന്നാണ്. ഈ നമ്പർ നോക്കി മേടിച്ചാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ടൊരു DC ഫാൻ വേണം. അതുപോലെ 12 വോൾട്ടിൻ്റെ DC അഡാപ്റ്റർ, ഒരു ബൾബ്, പിന്നെ അതിൻ്റെ ഹോൾഡർ, പിന്നെ നമുക്ക് ഇൻക്യുബേറ്റർ വെക്കാൻ ഒരു ബോക്സ്. ആദ്യമായിട്ട് നമ്മൾ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതിനായിട്ട് നമുക്ക് നമ്മുടെ ഇരിക്കുന്ന 12 വോൾട്ടിൻ്റെ DC അഡാപ്റ്റർ നമ്മൾ തെർമോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്യണം. നമ്മൾ തെർമോസ്റ്റാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 4 പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. K0, K1, 12 വോൾട്ട്, ഒരു ഗ്രൗണ്ട്. നമ്മുടെ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന പോസിറ്റീവ് 12 വോൾട്ടിലും നെഗറ്റീവ് ഗ്രൗണ്ടിലുമായിട്ട് നമുക്ക് ആദ്യം കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റിൽ നമ്മൾ DC അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പവർ വന്നിട്ടുണ്ട്, തെർമോസ്റ്റാറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഓൺ ആകുമ്പോൾ നമുക്കതിനകത്ത് ഒരു 3 L ആണ് കാണാൻ സാധിക്കുന്നത്. L കാണാം. ഇങ്ങനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ നമ്മുടെ സെൻസർ, ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന സെൻസർ കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ 3 L കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെൻസർ അതിലേക്ക് കണക്ട് ചെയ്യുമ്പം ആ 3 L മാറുകയും നമ്മൾ സാധാ ടെമ്പറേച്ചർ കാണിക്കാൻ തുടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സെൻസർ കണക്ട് ചെയ്തതിന് ശേഷം അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ സെൻസറിൽ കൈയിട്ട് വെറുതെ ഒന്ന് ചുമ്മാ ഉരച്ച് അതൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കതിൽ ടെമ്പറേച്ചർ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻക്യുബേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ തെർമോസ്റ്റാറ്റിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്പ്ലേക്ക് താഴെയായിട്ട് 3 ബട്ടൺ കാണാൻ സാധിക്കും. ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തെർമോസ്റ്റാറ്റിലെ സെറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ തെർമോസ്റ്റാറ്റിലെ ആ ടെമ്പറേച്ചർ വാല്യൂ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതിനുശേഷം നമ്മൾ പ്ലസ് ഓർ മൈനസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്ത് 37.5 മാറ്റിക്കൊണ്ടുവരണം. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് വീണ്ടും പഴയ അവസ്ഥയിലേക്കായി ആ ടെമ്പറേച്ചർ അവിടെ സെറ്റായി കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ തെർമോസ്റ്റാറ്റ് സെറ്റ് ബട്ടൺ നിന്ന് 2 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചേക്കണം. അപ്പോൾ അത് P0 എന്ന് പറയുന്നൊരു വാല്യൂയിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ അത് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്ത് P1ലേക്ക് മാറ്റിയെടുക്കണം. P1ലേക്ക് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ പോയിന്റിൽ വരുന്ന വാല്യൂസ് കാണാൻ സാധിക്കും. 0.1, 0.2, 0.3 അങ്ങനെ വരുന്ന വാല്യൂസ് കാണാൻ സാധിക്കും. നമ്മൾ ആ വാല്യൂസും നമ്മൾ പ്ലസ് ഓർ മൈനസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് 0.3ലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റണം. എന്നിട്ട് വീണ്ടും ഒന്ന് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മളിപ്പോൾ 2 ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ തെർമോസ്റ്റാറ്റ് അതുപോലെ നമ്മുടെ തെർമോകോൾ ബോക്സിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബൾബ് ഹോൾഡറിലൊന്ന് സെറ്റ് ചെയ്തിട്ട് ആ ബൾബും ഹോൾഡറും കൂടെ നമ്മുടെ തെർമോകോൾ ബോക്സിലേക്ക് സെറ്റ് ചെയ്ത് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ. ബൾബ് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു കാര്യം കൂടി ചെയ്യണം. ബൾബിൽ നിന്ന് പോകുന്ന ഒരു വയർ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ വയർ നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ K0, K1 എന്നിങ്ങനെ ഈ 2 പോർട്ടുകളിലേക്കായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ നമ്മുടെ ബൾബ് കറക്റ്റായിട്ട് കട്ട് ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യുകയുള്ളൂ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റും ബൾബായിട്ടുള്ള കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതിനായിട്ട് പവർ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ഓൺ ചെയ്തപ്പോൾ നമ്മുടെ ബൾബ് കത്തിയിട്ടുണ്ട്. അപ്പം കത്തിയപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ടെമ്പറേച്ചർ 34.4 സംതിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. എന്നാൽ മാത്രമേ 37.5 ആകുമ്പോൾ നമ്മുടെ ബൾബ് കട്ട് ഓഫ് ആകുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഇവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 37.5 എത്തുമ്പം ബൾബ് കറക്റ്റായിട്ട് കട്ട് ഓഫ് ആകുന്നുണ്ടോ നോക്കാം. അങ്ങനെ കട്ട് ഓഫ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ എല്ലാം കറക്റ്റാണ്. ഇപ്പോൾ കറക്റ്റ് 37.5 എത്തിയപ്പോൾ നമ്മുടെ ബൾബ് കട്ട് ഓഫ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ചെയ്ത സെറ്റിങ്സ് എല്ലാം കറക്റ്റാണ്. ഇപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ തെർമോക്കോൾ ബോക്സിലേക്ക് മാത്രം മാറ്റിയാൽ മതിയാവും. കറക്റ്റ് 37.5 നിന്ന് 37.2 ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ ബൾബ് വീണ്ടും കത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബൾബും തെർമോസ്റ്റാറ്റും അതുപോലെ തന്നെ നമ്മുടെ DC ഫാനും എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ തെർമോക്കോൾ ബോക്സിലേക്ക് ഒന്ന് അതിൻ്റെ ഓർഡറിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു DC ഫാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ DC ഫാനിന് പ്രവർത്തിക്കാനായിട്ട് ഏകദേശം 12 വോൾട്ട് DC കറണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ തെർമോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്ത DC അഡാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഈ DC ഫാനിലേക്കുള്ള കണക്ഷൻ എടുക്കാൻ സാധിക്കും. രണ്ടും ഒരുമിച്ച് കൊടുത്താൽ മാത്രം നമുക്ക് പ്രവർത്തിപ്പിക്കാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഒരുമിച്ച് കൊടുത്താലും കുഴപ്പമില്ല. എങ്ങനെയായാലും 12 വോൾട്ട് DC ഫാനിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഫാനും പ്രവർത്തിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെൻസർ നമ്മൾ തെർമോക്കോളിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കറക്റ്റായിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ തെർമോക്കോൾ ബോക്സിനകത്തുള്ള ടെമ്പറേച്ചർ അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തെർമോക്കോൾ ബോക്സിൽ നമ്മൾ സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് തെർമോസ്റ്റാറ്റിലേക്കും DC ഫാനിലേക്കുമുള്ള കറണ്ട് ഒരേ അഡാപ്റ്ററിൽ നിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അഡാപ്റ്ററിൽ നിന്നുള്ള കറണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓണാക്കി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്റർ നല്ല പൊളപ്പനായിട്ട് കിടിലമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിരിക്കാനുള്ള മുട്ട വെച്ച് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മുട്ട വയ്ക്കുമ്പോൾ നമ്മുടെ ഇനി തെർമോക്കോൾ ബോക്സിനുള്ള ഹ്യൂമിഡിറ്റി കറക്റ്റാക്കാൻ വേണ്ടി ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ തെർമോക്കോൾ ബോക്സിനകത്ത് ഹ്യൂമിഡിറ്റി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എല്ലാം നിൽക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളം ആ ബൾബിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട വയ്ക്കുമ്പോൾ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമായ ജലം കിട്ടാതെ മുട്ട ചീത്തയായി പോകാൻ വഴിയുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് വയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം 8 മുട്ട വെച്ചിട്ടുണ്ട്. 21 ദിവസമാണ് ഈ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം. അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് ഈ മുട്ട എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഇൻക്യുബേറ്ററിനകത്ത് ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ കൂടി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ഇൻക്യുബേറ്ററിനകത്തെ ഹ്യൂമിഡിറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ മുട്ട 2 ദിവസം കൂടുമ്പോൾ എടുത്ത് അത് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് മുട്ടയ്ക്ക് ഹീറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏകദേശം 12 ദിവസം കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാണിത്. മുട്ട ചീത്തയായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയതായിട്ടൊന്ന് ലൈറ്റ് അടിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിൽ മുട്ടയിൽ നരമ്പൊക്കെ വന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം മുട്ടയൊന്നും ചീത്തയായിട്ടില്ല, മുട്ടയെല്ലാം നല്ല രീതിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്റർ ഇവിടെ വിജയകരമായി വന്നിട്ടുണ്ട്. Are you happy now?
അപ്പോൾ മുട്ട വെച്ച് ഏകദേശം 21 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് ഏകദേശം 5 കുഞ്ഞുങ്ങൾ വിരിഞ്ഞായിരുന്നു. അത് കരിങ്കോഴിയുടെ മുട്ടയാണ് വെച്ചത്. അപ്പോൾ കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞത്. അപ്പോൾ അതിനെടുത്ത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഒരു ബൾബ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഹീറ്റ് അത്യാവശ്യം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇൻക്യുബേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിരിക്കുക. ആ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.